ശ്രീ പ്രസാദ്, സൈനികനായിട്ടുള്ള പ്രസാദ് നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ പ്രസാദ്, ഈ ഒരു സംഭവത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? നമസ്കാരം. ഇത് കിളികൊല്ലൂരിലെ വിഷ്ണുവിനേറ്റ മർദ്ദനത്തിന് തുടർച്ചയായി നമ്മുടെ സൈനികരോട്, അതായത് ചെറിയ കേസുകളിൽ, ഇപ്പോൾ ഈ ബൈക്കിൽ ഹെൽമറ്റ് വെക്കാതെ പോയി എന്ന ഒരു ചെറിയൊരു പെറ്റി കേസ് ചുമത്താവുന്ന കുറ്റത്തിൽ വളരെ ഉത്സാഹത്തോടെ ഫോൺ വിളിച്ച് അതുലിനെ സ്റ്റേഷനിലേക്ക് വരുത്തുകയും അവിടെ മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ ഡിസ്ലൊക്കേഷൻ, അതായത് തോളല് ഡിസ്ലൊക്കേഷനായി എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് അവിടെ പേരാമ്പ്ര താലൂക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവിടെ നിന്ന് അവർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പകർപ്പ്, ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ പകർപ്പ് പോലും അതുലിന് കൊടുക്കാതിരിക്കുകയും, പിന്നെ ഇന്നലെ രാത്രി അതുൽ എന്നെ ബന്ധപ്പെട്ടതിന് പിന്നാലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചതിന് ശേഷമാണ് അവരൊരു പകർപ്പ് തന്നെ കൊടുക്കാൻ തയ്യാറായത്. ശ്രീ പ്രസാദ്, ഈ മർദ്ദനത്തിലേക്ക് നയിച്ച സാഹചര്യം സംബന്ധിച്ച് ഇപ്പോൾ വാഹനം നിർത്താതെ പോയി, വാഹന പരിശോധനയ്ക്കിടയിൽ ബൈക്ക് നിർത്താതെ പോയി എന്നാണല്ലോ പോലീസ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതല്ലല്ലോ നടപടിക്രമങ്ങൾ. മറ്റ് നടപടിക്രമങ്ങൾ സ്വാഭാവികമായും പാലിക്കേണ്ടതുണ്ട്. ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു, അതിക്രൂരമായി മർദ്ദിക്കുന്നു. പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഇതിൽ? അവർക്കൊരു വിശദീകരണവുമില്ല. അവര് തല്ലി ചതച്ചതിന് ശേഷം ഇതിൽ നിന്ന് തലയൂരാൻ വേണ്ടിയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, കിളികൊല്ലൂർ സംഭവത്തിന് ശേഷം സൈനികരോട് വളരെ വൈരനിര്യാതന ബുദ്ധിയോടെ പെരുമാറുന്ന ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർ സേനയ്ക്കുള്ളിലുണ്ട്. വിഷ്ണുവിന് ശേഷം ആലപ്പുഴയിലുള്ള മനീഷ് മോഹനെ മർദ്ദിച്ച സംഭവമായാലും ഇപ്പോൾ അതിനെ മർദ്ദിച്ച സംഭവമായാലും ഇതിങ്ങനെ തുടർക്കഥയാകുകയാണ്. ഇതിനൊക്കെതിരെ ശരിക്കും ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് ഒരു പരാതി പ്രധാനമന്ത്രിക്കടക്കം കൊടുക്കാൻ പോവുകയാണ്. അതായത് ഒരു സൈനികനെയോ വിമുക്ത ഭടനെയോ ഇങ്ങനെ ഒരു പോലീസ് അട്രോസിറ്റിക്ക് വിധേയമാക്കിയാൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു കേന്ദ്ര നിയമം വന്നാൽ മാത്രമേ ഇതിവിടെ നിൽക്കൂ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഓരോ ഇടവേളകൾ കഴിയുമ്പോഴും ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. ഞങ്ങൾ അനന്തപുരി സോൾജേഴ്സ് ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകി. അതുപോലെ തന്നെ പാങ്ങോട് സ്റ്റേഷൻ കമാൻഡറിന്റെ സ്റ്റാഫ് ഓഫീസറിനെയും വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വളരെ ശക്തമായി തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ പ്രസാദ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.